ഹലോ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് കൺഫ്യൂഷൻ ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് തരുന്ന വീഡിയോസാണ്. എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കൂടുതലും ഹെൽപ്ഫുൾ ആവുന്നത് +2 കഴിഞ്ഞ് നിൽക്കുന്ന സ്റ്റുഡൻസിനായിരിക്കും. എന്തിനാണ് ഞാൻ നേഴ്സിംഗ് എടുത്തത്, പിന്നെ നേഴ്സിംഗ് നല്ലതാണോ, നേഴ്സിങ്ങിന് സ്കോപ്പ് ഉണ്ടോ, GNM ആണോ BSc ആണോ നല്ലത്, പിന്നെ എളുപ്പമാണോ നേഴ്സിംഗ് പഠിക്കാൻ എന്നൊക്കെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സാണ് ഇന്ന് ഈ വീഡിയോ തരുന്നത്. ഞാൻ നേഴ്സിംഗ് ചൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്വന്തം താല്പര്യത്തിനാണ് ഞാൻ നേഴ്സിംഗ് ചൂസ് ചെയ്തത്. എനിക്കൊരു 8th സ്റ്റാൻഡേർഡ് തൊട്ട് എനിക്ക് നേഴ്സിംഗ് അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിനോട് നല്ല താല്പര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ +1 +2 സയൻസ് ഗ്രൂപ്പ് എടുത്തത്. എന്നെ ആരും ഫോഴ്സ് ചെയ്തൊന്നുമല്ല, ഞാൻ തന്നെ ചൂസ് ചെയ്ത് എൻ്റെ ഇഷ്ടത്തോടു കൂടി തന്നെയാണ് സയൻസ് ഗ്രൂപ്പ് എടുത്തതും. പിന്നെ +2 കഴിഞ്ഞിട്ട് നേഴ്സിങ്ങിലോട്ട് പോകാനുള്ളതും എൻ്റെ സ്വന്തം താല്പര്യം തന്നെയായിരുന്നു. പിന്നെ സയൻസ് ബാച്ച് എടുത്തവർക്ക് അല്ലെങ്കിൽ സയൻസ് ഗ്രൂപ്പ് എടുത്തവർക്ക് മാത്രമാണോ നേഴ്സിംഗ് പറ്റുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻസ് എല്ലാവരുടെയും മുന്നിൽ നിൽക്കുന്നതാണ്. അപ്പം ഈ +2 കഴിഞ്ഞിട്ട് നമ്മൾ ഏത് കോഴ്സ് എടുക്കണം, ഇപ്പം എല്ലാവരും മോസ്റ്റ് പ്രോബബ്ലി ചൂസ് ചെയ്യുന്നതാണ് BSc നേഴ്സിംഗ്. അപ്പം നമ്മളും ആ ഒരു രീതിയിലോട്ട് തന്നെ പോകണോ, അല്ലെങ്കിൽ പേരൻസ് ഫോഴ്സ് ചെയ്തിട്ടായിരിക്കും കൂടുതൽ സ്റ്റുഡൻസും ഇതിനകത്തോട്ട് വരുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം BSc നേഴ്സിംഗ് എടുക്കുക. കാരണം ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഈ ഒരു കോഴ്സിലോട്ട് നിങ്ങൾ വന്നാൽ മതി. ഇനി ഞാൻ എന്തുകൊണ്ട് ചൂസ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാവർക്കും വേണ്ടത് പെട്ടെന്ന് നമ്മൾ പഠിച്ചിറങ്ങുമ്പോൾ തന്നെ ഒരു ജോലി, ഫിനാൻഷ്യൽ സെറ്റിൽമെൻറ്റ് കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പം നേഴ്സിംഗ് പഠിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ജോലി കിട്ടുമല്ലോ, അല്ലെങ്കിൽ ഇപ്പോൾ പ്രാക്ടീസിനാണെങ്കിലും നമുക്ക് കയറുമ്പം നമ്മുടെ ആവശ്യത്തിനെങ്കിലും കിട്ടുന്ന ഒരു എമൗണ്ട് നമുക്ക് കിട്ടുമല്ലോ. പക്ഷെ എനിക്കിപ്പോൾ തോന്നുന്നു എഡ്യൂക്കേഷൻ ലോൺ എടുത്ത് പഠിക്കുന്നവർക്ക് ആ ഒരു എമൗണ്ട് ഒട്ടും വർത്തായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ ഇത്രയും ലക്ഷം രൂപ കൊടുത്ത് പഠിച്ചിട്ട് ലോണിന് പോവായിരിക്കും, അത്രയും ആ ഒരു കിട്ടുന്ന എമൗണ്ട് ലോണിലോട്ട് തന്നെ പോവായിരിക്കും. അതുകൊണ്ട് ഞാൻ ചൂസ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെട്ടെന്നൊരു ജോലി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സെറ്റിൽമെൻറ്റ് ഉദ്ദേശത്തോട് തന്നെയാണ്. അപ്പം എനിക്ക് ആദ്യം തൊട്ടേ കോഴ്സിന് താല്പര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ നേഴ്സിംഗ് തന്നെ. ഞാൻ വേറെ ഒന്നും ചിന്തിച്ചിട്ടില്ല, വേറെ ഒരു കോഴ്സിനെ പറ്റിയും ഞാൻ ചിന്തിച്ചിട്ടില്ല. എനിക്ക് നേഴ്സിംഗ് മതി എന്നൊരു തോട്ടായിരുന്നു എൻ്റെ മൈൻഡിൽ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ നേഴ്സിംഗ് ചൂസ് ചെയ്തത്. ആദ്യമൊന്നും എൻ്റെ വീട്ടുകാർക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു നേഴ്സിംഗ് എടുക്കുന്നത്. കാരണം എൻ്റെ കുടുംബത്തിൽ തന്നെ ഒരാൾ നേഴ്സായിട്ടുള്ളതുകൊണ്ട് എൻ്റെ അമ്മയ്ക്ക് നല്ല രീതിക്ക് അറിയാമായിരുന്നു ചേച്ചി എന്തൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ജോലിക്ക് കയറിയെന്നും, പഠിക്കുന്ന സമയത്ത് എന്തെല്ലാം സാധനങ്ങൾ, മനക്കരുത്ത് എന്നുള്ളൊരു കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ നേഴ്സിങ്ങിനകത്ത് വരാൻ പറ്റത്തുള്ളൂ. കാരണം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണേണ്ടി വരും. മുറിവുകളാണെങ്കിൽ, ഈ ബ്ലഡ് പേടിയുള്ളവരൊക്കെ ആണെങ്കിലൊക്കെ നല്ലതായിട്ട് സ്ട്രഗിൾ ചെയ്യണം ഈ ഒരു ഫീൽഡിൽ. അപ്പം എൻ്റെ ചേച്ചി എൻ്റെ അമ്മയടുത്ത് പഠിക്കുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടാവാം അമ്മ എന്നോട് ആദ്യം പറഞ്ഞു, വേണ്ട നേഴ്സിംഗ് എടുക്കണ്ട, അത് ശരിയാവത്തില്ല. എന്നെ നല്ല രീതിക്ക് അറിയാവുന്ന എൻ്റെ അമ്മയ്ക്കല്ലേ. അപ്പം അമ്മ പറഞ്ഞു നിന്നെക്കൊണ്ട് പറ്റത്തില്ലായിരിക്കും, അതുകൊണ്ട് നീ അത് എടുക്കണ്ട, വേറെ വല്ലതും കൊടുത്തു. അപ്പോൾ എനിക്ക് ആ ഒരു +1 +2 എനിക്ക് മാത്സിന് മാർഗമുള്ളതുകൊണ്ട് അമ്മ പറഞ്ഞു മാത്സുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും കോഴ്സ് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ മൊത്തം എൻ്റെ മനസ്സിൽ എനിക്ക് നേഴ്സിങ്ങിന് പോയാൽ മതി, നേഴ്സിംഗ് പോയാൽ ചേച്ചി പോയപ്പോൾ തൊട്ടേ എനിക്ക് BSc നേഴ്സിംഗ് മതി എന്നുള്ളൊരു മൈൻഡായിരുന്നു എനിക്ക്. അങ്ങനെ ഞാൻ വീട്ടിൽ നല്ല രീതിക്ക് പറഞ്ഞ് എനിക്കിതിന് പോയാൽ മതി, എൻ്റെക്കാളും മാർക്ക് കുറവുള്ളവർ വരെ അവർക്ക് ഇഷ്ടമുള്ള കോഴ്സ് എടുത്ത് പഠിക്കുന്നു, പിന്നെന്താ എനിക്ക് പഠിച്ചാൽ, ഞാൻ ഇത്രയും മാർക്ക് വാങ്ങിയതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നല്ല രീതിയിൽ വീട്ടിൽ വഴക്കിട്ടു. അങ്ങനെ എൻ്റെ ഇഷ്ടപ്രകാരമാണ് അവരെന്നെ നേഴ്സിങ്ങിന് വിട്ടത്. +1 +2 സയൻസ് ഗ്രൂപ്പ് എടുത്തവർക്കല്ലാണ്ട് നേഴ്സിങ്ങിൽ ജോയിൻ ചെയ്യാം. എനിക്ക് തോന്നുന്നു GNMനാണെന്ന് തോന്നുന്നു, BScക്ക് പറ്റത്തില്ല, GNM കോഴ്സിന് മാത്രമേ പറ്റത്തുള്ളൂ. ഈ സയൻസ് ഗ്രൂപ്പ് എടുക്കാത്തവർക്ക് GNM നേഴ്സിംഗ് മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ സയൻസ് ഗ്രൂപ്പ് എടുത്തവരാണ് BScയിലോട്ട് പോകുന്നത്. ഇപ്പോൾ GNM നിങ്ങൾ 3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പോസ്റ്റ് BSc എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്, 2 വർഷത്തെ. അതുകൂടെ കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് സെയിം വാല്യൂ BSc നേഴ്സിംഗ് പോലെ തന്നെ ആയിരിക്കും നിങ്ങൾക്കും കിട്ടുന്നത്. പിന്നെ കുറച്ചുകൂടി പഠിക്കാൻ എളുപ്പം GNM ആണ്. ഞങ്ങൾക്ക് ഇപ്പോൾ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് എസ്സേ അത് കഴിഞ്ഞിട്ട് ഷോർട്ട് ആൻസേഴ്സ് അങ്ങനെ ഒരു മോഡലിലാണ് പോകുന്നത്. പിന്നെ MCQ അങ്ങനെ ഒരു മോഡലിലാണ് പോകുന്നത്. പക്ഷേ അവർക്കെന്ന് പറയുന്നത് മാച്ച് ദ ഫോളോയിങ്, ഫില്ലിങ് ദ ബ്ലാങ്ക്സ്, അതുപോലെയൊക്കെ പഠിക്കാൻ എളുപ്പം GNM ആണ്. അപ്പോൾ GNMമാരോട് ചോദിക്കുകയാണെങ്കിൽ അവർ പറയും അവർക്കത് പാടാണ്. അപ്പം ഏതൊരു ഇതെടുത്താലും അതിൻ്റേതായ പാടുണ്ട്. പക്ഷേ BScയെക്കാളും എളുപ്പം GNM ആണ്. എനിക്ക് ഈ +2 കഴിഞ്ഞ് നിൽക്കുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ കോഴ്സ് എടുക്കുക. ആരുടെയും നിർബന്ധത്തിൻ്റെ പേരിൽ നിങ്ങൾ എടുക്കണ്ട. കാരണം
പഠിക്കേണ്ടത് നിങ്ങളാണല്ലോ. അപ്പം നിങ്ങളാണ് ജോലി ചെയ്യേണ്ടതും. ഇപ്പം നിങ്ങൾ ഈ ഒരു കോഴ്സ് എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ വെറുതെ ആയിരിക്കത്തില്ലല്ലോ. ലൈഫ് ലോങ് നമ്മൾ ആ ഒരു ഫീൽഡിൽ നിന്ന് ജോലി ചെയ്യേണ്ടതുകൊണ്ടായിരിക്കുമല്ലോ നമ്മൾ ഈ കോഴ്സ് എടുക്കുന്നത്. അപ്പം നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് കോഴ്സ് എടുക്കുക. പക്ഷെ നല്ലൊരു ഓപ്ഷനാണ് BSc നഴ്സിംഗ്. കാരണം നമുക്ക് ജോലി കിട്ടാനായിട്ട് എളുപ്പമുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കോഴ്സ് എടുക്കുക. പിന്നെ പഠിക്കുന്ന കാര്യം, BSc നഴ്സിംഗ് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമുക്ക് നല്ല രീതിക്ക് തന്നെ പഠിക്കാനുണ്ട്. നല്ല രീതിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ എക്സാംസിന് തലേന്ന് പഠിക്കുന്നവരാണെങ്കിൽ നമ്മൾ അന്ന് തീരത്തില്ല. കാരണം അതുപോലെ വാസ്റ്റ് സബ്ജക്റ്റാണ് നമുക്കുള്ളത് മൊത്തം. അത്രയും ആദ്യം തൊട്ട് പഠിച്ചു വരുന്നവർക്ക് പോലും എനിക്ക് തോന്നുന്നു ആ ഒരു എക്സാം ടൈം ആകുമ്പോൾ തീരത്തില്ല. അതുപോലെ പാടാണ് സംഭവം. അതിനനുസരിച്ച് പഠിക്കാവുന്നുള്ളവരാണെങ്കിൽ BSc നഴ്സിംഗ് ആ ഒരു ഓപ്ഷൻ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. കോളേജസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാവുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കോളേജസിൽ കൊണ്ടുപോയിട്ടുള്ള ഏജൻറ്റുമാരെ അല്ലെങ്കിൽ ഏജൻസിയെ നിങ്ങൾ ബന്ധപ്പെടുക. കാരണം ഒരുപാട് സ്റ്റുഡൻസ് ഇതുപോലെ പുറത്ത് അഡ്മിഷൻ എടുത്ത് തരാമെന്ന് പറഞ്ഞ് പറ്റിക്കപ്പെടുന്നുണ്ട്. നമ്മൾ ആദ്യം കുറേ ഈ സീറ്റ് ബുക്ക് ചെയ്യാനാന്നൊക്കെ പറഞ്ഞുകൊണ്ട് 10,000 20,000 ഒക്കെ രൂപ ഇങ്ങനെ കൊടുത്ത് ആ രൂപ പിന്നെ ആ ഏജൻറ്റിൻ്റെ വിവരം പോലും പിന്നെ കാണത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന വിശ്വാസമുള്ള ഏതെങ്കിലും ഒരു ഏജൻറ്റുമാർ വഴി വേണം നിങ്ങൾ പുറത്തോട്ട് അഡ്മിഷൻസ് നോക്കാൻ. എനിക്കിപ്പോൾ നാട്ടിലെ കാര്യം എനിക്കറിയത്തില്ല. നാട്ടിലെ ഏജൻറ്റുമാർ വഴിയാണോ അഡ്മിഷൻ ഒന്നും എനിക്കറിയത്തില്ല. ഞാൻ LBSൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും ഇത് മാത്രമേ എനിക്കറിയത്തുള്ളൂ. ഞാൻ അത് രണ്ട് മാത്രമേ നോക്കിയിട്ടുള്ളായിരുന്നു. അപ്പം എങ്ങനെ അറിയാവുന്ന ആരെങ്കിലും ആയിട്ട് കണക്ട് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. പിന്നെ ഈ ഫുഡ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഞങ്ങളിവിടെ വന്ന സമയത്താണെങ്കിലും ആദ്യമൊക്കെ ഞങ്ങൾക്ക് ഫുഡ് ഇവിടെ മലയാളി മെസ് ആണെങ്കിൽ കൂടി ഞങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആദ്യം വയറിനൊക്കെ നല്ല പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അതങ്ങ് ശീലമായിക്കോളും. അപ്പം നിങ്ങൾ ഫുഡ് കഴിക്കാതിരിക്കല്ലേ. ഇവിടുന്ന് കുറച്ചാണെങ്കിലും കുറേശ്ശെ കഴിച്ചാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഇവിടുത്തെ ഫുഡുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പോകും. പിന്നെ ഏത് കോളേജ് എടുക്കും, നാട്ടിൽ പഠിക്കുന്നതാണോ അതോ ഇവിടെ പുറത്ത് വന്ന് പഠിക്കുന്നതാണോ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു നാട്ടിൽ പഠിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റിന് നല്ല വാല്യൂ ഉള്ളതാണ്. അപ്പം അതാണ് കുറച്ചുകൂടി നല്ലത്. പക്ഷേ അഡ്മിഷൻസ് നമുക്ക് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം 98-99% ഒക്കെ മാർക്കുള്ളവർക്കാണ് LBS വഴി ഗവൺമെൻറ് സീറ്റ് കിട്ടുക. അല്ലാതെ കിട്ടണം മാനേജ്മെൻറ്റ് കോട്ടയൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ ഫീസിൻ്റെ കാര്യം നമുക്ക് അത്രയ്ക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കത്തില്ല. അതുകൊണ്ടാണ് കൂടുതലും എനിക്ക് തോന്നുന്നു ബാംഗ്ലൂർ, മംഗലാപുരം അങ്ങനെയുള്ള സൈഡൊക്കെ നമ്മൾ ചൂസ് ചെയ്യുന്നത്. ബാംഗ്ലൂർ വന്ന് പഠിക്കുകയാണെങ്കിൽ ഞങ്ങളിപ്പം കറൻ്റ്ലി ഉള്ളത് തുംകൂറാണ്. ബാംഗ്ലൂരിൽ നിന്നും ഒരു 2 hours ജേർണി ഉണ്ട് ഇങ്ങോട്ട്. ഇവിടെ അത്യാവശ്യം ഞങ്ങൾക്ക് കോളേജൊക്കെ അത്യാവശ്യം നല്ലതായിട്ട് വന്നു. ഫുഡും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ മലയാളി മെസ്സൊക്കെയാണ്. അപ്പോൾ അത്യാവശ്യം ഞങ്ങൾക്ക് ഫുഡും കാര്യങ്ങളൊക്കെ നല്ലതാണ്. പിന്നെ അടുത്ത് ക്യാൻറ്റീനുണ്ട്. അവിടെ നിന്നാണെങ്കിൽ നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം അത്യാവശ്യം വേണ്ടുന്നത് വാങ്ങി വെക്കാം. അല്ലാതെ നമുക്ക് മാസത്തിൽ ഔട്ടിംഗ് ഉണ്ട്. ഔട്ടിംഗ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് മന്ത്ലി വൺസ് ആണ്. അപ്പം വേണ്ടുന്ന കാര്യങ്ങൾ നമുക്ക് വാങ്ങി വെക്കാം. അപ്പം ഞങ്ങൾക്ക് ഇവിടെ വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. മറ്റുള്ള കോളേജുകാർ പറയുന്നതനുസരിച്ച് വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ നന്നായിട്ട് ടീച്ചിങ്ങും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നു. പിന്നെ കോളേജസ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് INC, KNC അങ്ങനെയുള്ള അഫിലിയേറ്റഡ് കോളേജസ് ആണോ എന്ന് നമ്മൾ നോക്കിയിട്ട് വേണം ചൂസ് ചെയ്യാനായിട്ട്. അപ്പം ഏത് യൂണിവേഴ്സിറ്റി ആണോ ആ ഒരു കോളേജ് മുന്നോട്ട് വെക്കുന്നത് ആ യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷൻ കിട്ടിയിട്ടുള്ള കോളേജാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഒത്തിരി അഫിലിയേറ്റഡ് അല്ലാത്ത ഇപ്പം ബാംഗ്ലൂർ ആണെങ്കിലും മറ്റു ഏത് സ്ഥലങ്ങളിലാണെങ്കിലും ഒത്തിരി നഴ്സിംഗ് കോളേജസ് വരുന്നതുകൊണ്ട് മിക്ക കോളേജസിനും അഫിലിയേഷൻ ഇല്ലാത്തതും കാണും. അപ്പം നിങ്ങൾ ചൂസ് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. ഇപ്പം അത് അഫിലിയേറ്റഡ് ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യണം. എന്നിട്ട് വേണം കോളേജസ് സെലക്ട് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഇപ്പം അഫിലിയേറ്റഡ് അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചിറങ്ങിയ സർട്ടിഫിക്കറ്റിന് യാതൊരുവിധ വാല്യൂവും കാണത്തില്ല. എവിടെയെങ്കിലും നിങ്ങൾ ജോലിക്ക് കയറുവാണെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പം നിങ്ങൾ അഫിലിയേറ്റഡ് അല്ലാത്ത കോളേജിലാണ് പഠിച്ചതെങ്കിൽ നിങ്ങൾക്ക് അവിടെ ജോബ് കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല. കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത് INC, KNC കോളേജിന് അഫിലിയേഷൻ ഉണ്ടോ കാര്യങ്ങളൊക്കെ തിരക്കിയിട്ട് വേണം നിങ്ങൾ ഒരു കോളേജ് സെലക്ട് ചെയ്യാനായിട്ട്. പിന്നെ ഈ ഒരു കോഴ്സിലോട്ട് എൻ്റർ ചെയ്യുന്നതിന് മുന്നേ ഇതിനകത്ത് എങ്ങനെയൊക്കെയാണ് ജസ്റ്റ് ഒരു ഐഡിയ കൂടെ എൻ്റർ ചെയ്യുന്നതായിരിക്കും നല്ലത്. ആദ്യം നമ്മൾ ഇവിടെ വരുമ്പോഴത്തേനും എക്സാംസിനാണെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്കൊന്നും അറിയത്തില്ലായിരിക്കും. 1-2 എക്സാംസിന് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കായിരിക്കും നമുക്ക് ആ ട്രിക്ക് മനസ്സിലാവുന്നത് എങ്ങനെ എഴുതണം. ഞാനിപ്പോൾ പഠിക്കുന്നത് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ബേസ് ചെയ്തിട്ടുള്ള കോളേജിലാണ്. അപ്പം എങ്ങനെയാണ് എക്സാം എഴുതേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് 1-2 എക്സാംസിന് ശേഷമായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത്. ആദ്യം
അവർ പഠിപ്പിക്കുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മൾ ഇത്രയും നാളും പഠിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ കേരളത്തിലാണ്. അപ്പോൾ അവിടെ മലയാളത്തിലായിരിക്കും എല്ലാ മിക്ക സ്കൂളുകളിലും ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വരുമ്പോഴത്തേക്ക് ഫുൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ പ്രശ്നം വരും. നാട്ടിൽ പഠിക്കുന്നവരുടെ കാര്യം എനിക്കറിയില്ല. ബാംഗ്ലൂർ ബേസ് ചെയ്ത് പുറത്ത് പോയി പഠിക്കുന്നവർ നന്നായിട്ട് ലാംഗ്വേജിൻ്റെ പ്രശ്നം വരും. നമുക്ക് മനസ്സിലാവുമായിരിക്കും, പക്ഷെ തിരിച്ച് പറയാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും ആദ്യമൊക്കെ. പിന്നെ അതൊക്കെ അങ്ങ് ഓക്കെ ആയി വന്നോളും. പിന്നെ എക്സാംസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 1-2 എക്സാംസൊക്കെ കഴിയുമ്പോഴത്തേനും നമുക്ക് ആ ഒരു ട്രാക്ക് എങ്ങനെയാണ് എക്സാംസ് എഴുതേണ്ടത്, എങ്ങനെ പഠിച്ചാൽ എങ്ങനെ എഴുതിയാൽ പാസ്സാവും എന്നൊക്കെ നമുക്ക് ആ ഒരു 2 എക്സാംസിന് ശേഷം മനസ്സിലാവും. പിന്നെ ഒരുപാട് നഴ്സിംഗ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും മൈൻഡിൽ അസൈൻസ് ഒത്തിരി എഴുതാനുണ്ട്, കാര്യങ്ങളൊക്കെ എഴുതാൻ തരും. ആദ്യമൊക്കെ നിങ്ങൾക്ക് എന്ത് പറഞ്ഞാലും ഇവിടെ പണിഷ്മെൻ്റ് ആയിട്ടും കാര്യങ്ങളായിട്ടും എല്ലാം തരുന്നത് അസൈൻമെൻ്റ് ആണ്. അസൈൻമെൻറ്റ്, നമ്മൾ ലെക്ചർ ക്ലാസ് എടുത്തു കൊടുക്കണം, പിന്നെ സെമിനാർ, അങ്ങനെയൊക്കെയാണ് ഇവിടെ പണിഷ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ തരുന്നത്. പിന്നെ ഓരോരോ ചാപ്റ്റേഴ്സ് അനാറ്റമി ഒക്കെ പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള പിക്ചേഴ്സൊക്കെ ഡ്രോ ചെയ്യാനും അതിൻ്റെ അസൈൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ല രീതിക്ക് തരും. എനിക്ക് തോന്നുന്നു ഒരു സെക്കൻഡ് ഇയർ ഒക്കെ ആകുമ്പോഴത്തേനും അതൊന്ന് ജസ്റ്റ് കുറയും. പിന്നെ തേർഡ് ഇയർ ആകുമ്പോൾ വീണ്ടും അത് കൂടും. എന്തിനു തൊട്ടേനും പിടിച്ചതിനും എല്ലാം നിങ്ങൾക്ക് അസൈൻമെൻ്റ് ആയിരിക്കും. അപ്പം എഴുതാനൊക്കെ താല്പര്യമുള്ളവർ ഇതെടുക്കുന്നതായിരിക്കും നല്ലത്. എനിക്കറിയാവുന്ന നേഴ്സിങ്ങിൻ്റെ ബേസിക് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാം. പിന്നെ വീഡിയോസ് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. പിന്നെ വീഡിയോസിനൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക.